ഒരു സിനിമ രാഷ്ട്രീയ വിവാദം ഉയർത്തുമ്പോൾ നട്ടെല്ലുള്ള സംഘടനകൾക്ക് ചെയ്യാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ ഇത് അവരുടെ പാർട്ടിയെയും നേതാക്കന്മാരെയും അപമാനിക്കുന്നുവെന്ന് വ്യക്തമാക്കി സിനിമയെ പ്രതിഷേധിക്കാം, നിയമ നടപടിയിലേക്ക് വരെ കടക്കാം. അല്ലെങ്കിൽ സിനിമ വെറും സിനിമയും കലയും മാത്രമാണെന്ന് പറഞ്ഞ് നിലപാടെടുക്കാം. ഇതിലേതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാതെ സിനിമ വെറും സിനിമ മാത്രമല്ലേ എന്ന് പാർട്ടി സംഘടനാ നേതാക്കന്മാർ പരസ്യമായി പറയുകയും അതേസമയം ഞങ്ങളുടെ പാർട്ടിയെയും നേതാക്കന്മാരെയും സിനിമ ഇതാ നാണം കെടുത്തുന്നതെന്ന് അണികൾ സമൂഹ മാധ്യമങ്ങളിൽ നെഞ്ചത്തടിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എമ്പുരാൻ സിനിമ ബഹിഷ്കരിക്കാൻ സംഘപരിവാർ അണികൾ നടത്തുന്ന ക്യാമ്പയിൻ വിളിച്ചു പറയുന്നത് സിനിമ ഫിക്ഷൻ മാത്രമാണെന്ന് പറയുന്ന ചില ദൃശ്യങ്ങൾ ശരിക്കും പലരെയും പൊള്ളിക്കുന്നത് കൊണ്ടാണോ? സിനിമയിലെ അഴിമതിക്കാരായ ദേശീയ അന്വേഷണ ഏജൻസികളും വർഗീയവാദിയായ ആഭ്യന്തരമന്ത്രിയും ഗർഭിണികളെ വരെ കൊന്നൊടുക്കിയ കലാപവും സിനിമയിലേത് മാത്രമല്ല എന്നാണോ പ്രതിഷേധക്കാർ പറയാൻ ശ്രമിക്കുന്നത്? കേരളം ഇപ്പോൾ വർഗീയ രാഷ്ട്രീയ പാർട്ടികൾ നോട്ടമിടുന്നു എന്നത് കഥാകൃത്തിന്റെ ഭാവനയല്ലെന്ന് എന്തുകൊണ്ടാണ് വിമർശിക്കുന്നവർക്ക് തോന്നുന്നത്? മോഹൻലാലിനെ തള്ളിപ്പറയാൻ ബുദ്ധിമുട്ടുകയും എന്നാൽ പൃഥ്വിരാജിനെ മാത്രം സൈബർ ആക്രമണം നടത്തുകയും ചെയ്യുന്നത് എന്ത് നിലപാട് വ്യക്തമാക്കാനാണ്? ഈ പ്രതിഷേധവും ബഹിഷ്കരണവുമാണ് ചിലപ്പോൾ അധികാരം മായ്ച്ചു കളഞ്ഞ ചരിത്രേടുകളെ വീണ്ടും തപ്പിയെടുക്കാൻ പുതിയ തലമുറയെ പോലും പ്രേരിപ്പിക്കുക. എമ്പുരാൻ തിയേറ്ററിന് പുറത്ത് ആളിക്കത്തിക്കുന്ന രാഷ്ട്രീയ വിവാദം ശരിക്കും പൊള്ളിക്കുന്നത് ആരെയാണ്? പ്രതിഷേധിക്കുന്നവർക്ക് ഒറ്റ നിലപാടെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്?